Hello and welcome back. Finally, നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ BCom BBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുട്ടികളുടെ 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതിൻ്റെ സെക്കൻഡ് ആൻഡ് ഫൈനൽ പാർട്ടിലെത്തിയിരിക്കുകയാണ്. കോഴ്സ് ടൈറ്റിൽ HIN 2A0802 പോയിട്രി കറസ്പോണ്ടൻസ് ആൻഡ് ട്രാൻസ്ലേഷൻ. അതാണ് നിങ്ങളുടെ കോഴ്സ് ടൈറ്റിൽ. ആസ് യൂഷ്വൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ്, ഈ ടെക്സ്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡഡ് ആണ് ചാനലിൽ. നിങ്ങളുടെ പ്ലേലിസ്റ്റ് നോക്കുക. ഇപ്പോഴും പലരും ആ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരൂ എന്ന് പറയുന്നു. നോക്കൂ, ഞാനിവിടെ ഇത് ചെയ്യാൻ തന്നെ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ലിങ്ക് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പ്ലേലിസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്കായിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, BCom BBA. നോക്കൂ, ഇതാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA സെക്കൻഡ് സെം ഹിന്ദി കാവ്യ സർഗം. ഈ പ്ലേലിസ്റ്റിൽ 41 വീഡിയോസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോസ് സെർച്ച് ചെയ്യുമ്പം യു ഗോ ടു യുവർ കൺസേൺ പ്ലേലിസ്റ്റ്. ഓക്കെ, അവിടെ എല്ലാം ഒരുമിച്ചുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മളിനി ഇതിൻ്റെ പാർട്ട് B ആൻഡ് C ഷോർട്ട് ആൻസർ ക്വസ്റ്റിനും essay ക്വസ്റ്റിനുമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പാർട്ട് B 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് C 10 മാർക്സ് essay ആണ്. അപ്പോൾ ഇവിടെ വരുമ്പം, ഈ സെക്ഷനിൽ വരുമ്പം നിങ്ങൾ വളരെ കാൽക്കുലേറ്റീവായിട്ട് വേണം നിങ്ങൾ ഓരോ സ്റ്റെപ്പും എടുക്കാൻ. ഓക്കെ, നിങ്ങൾ essay പാർട്ട് നോക്കൂ. 4 essay തന്നിട്ട് യു ഹാവ് ടു റൈറ്റ് എനി 2. 4 എണ്ണം തരും, 2 എണ്ണം എഴുതണം. 10 മാർക്സ് ആണ്. അപ്പോൾ 20 മാർക്സ് essayക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പാസേജ് ട്രാൻസ്ലേഷനാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ടു ഹിന്ദി ട്രാൻസ്ലേഷൻ ആണെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും 2 ലാംഗ്വേജും ഒരേപോലെ ഫ്ലുവൻസി ഉള്ളവർ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. വളരെ സിമ്പിളായിട്ട് ഒരു പാരഗ്രാഫ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് 10 മാർക്സ്. എങ്ങനെ പോയാലും നല്ലപോലെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ 8 to 10 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, പ്രൊവൈഡഡ് നിങ്ങൾ ഇംഗ്ലീഷും ഹിന്ദിയും ഒരേപോലെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതല്ലാത്തവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ലെറ്റർ റൈറ്റിങ്ങിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ മാറ്റർ എഴുതാൻ അറിയുന്നവർ അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾ essay ഏതാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി 2 എണ്ണം പോയിട്രി ടെക്സ്റ്റിൽ നിന്നാണ്, 2 essay പോയിട്രി ടെക്സ്റ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ ആദ്യമേ ധരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം തന്നെ നിങ്ങൾ ഏതാണ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇത് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ essay ട്രാൻസ്ലേഷനാണോ ഉദ്ദേശിക്കുന്നത്, അതോ ലെറ്റർ റൈറ്റിംഗ് ആണോ, അതോ കാവ്യസർഗം ടെക്സ്റ്റിലെ പോയിട്രീസിനെ ബേസ് ചെയ്തുള്ള essays ആണോ നിങ്ങൾ എഴുതാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ കാവ്യസർഗത്തിലെ എല്ലാ പോയംസും വളരെ മനോഹരമായിട്ട് പഠിച്ചു വെക്കുക. കാരണം നിങ്ങൾക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ ലെറ്റർ റൈറ്റിങ്ങും എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. essay ഭാഗത്ത് പാർട്ട് സിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ലെറ്റർ റൈറ്റിംഗ് എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കാവ്യസർഗത്തിലെ എല്ലാ പോയംസും essayക്ക് വേണ്ടിയും കൂടെ പ്രിപ്പയർ ചെയ്യുക, സമഗ്രമായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, കാവ്യസർഗം ടെക്സ്റ്റിൽ ഇത്രയും പോയിട്രീസാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. കബീർദാസും സൂർദാസിൻ്റെയും ദോഹായും പദുവാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏൻഷ്യൻറ്റ് പോയറ്റ്സ് ആണ്. അവരെ ബേസ് ചെയ്ത് essay ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഓൾമോസ്റ്റ് നില്ലാണ്. അവർ ഷോർട്ട് ആൻസേഴ്സിലും 1 വേർഡിലും ഒക്കെ അവരെ ചോദിക്കാം. പക്ഷേ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് കുട്ടികൾക്ക് അവരെ ബേസ് ചെയ്ത് ഒരു essay ചോദ്യം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം പിന്നീടുള്ള കവിതകൾ നോക്കാ വിഹാർ, ജൂഹി കി കലി, നാച്ച്, മോസിയ, ബേട്ടി, മുക്തി, പ്യാസാക്കുവ, ഇസ്തര, ഇത്രയും കവിതകൾ നിങ്ങൾ essayക്കും ഷോർട്ട് ആൻസറിനും വേണ്ടി പ്രിപ്പയർ ആകണം. ഓക്കെ, essayക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ആൻസറും 2 മാർക്സ് ക്വസ്റ്റ്യൻ, 3 മാർക്സ് ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. നിങ്ങൾ വീഡിയോസ് കേട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹിന്ദി വീഡിയോസ് നിങ്ങൾ നിരന്തരമായി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് എഴുതാൻ പറ്റും. only thing you be confident. ഓക്കെ, പിന്നെ നീറ്റായിട്ട് എഴുതുക, ബ്ലഫ് ചെയ്യരുത്. നിങ്ങളുള്ള കാര്യം അല്പം തെറ്റിയാലും ഗ്രാമാറ്റിക്കൽ എറർ വന്നാലും നിങ്ങൾ ഉള്ള കാര്യം നീറ്റായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് പാർട്ട് ബിയിലേക്ക് പോവാം.
പാർട്ട് ബിയിൽ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ നിന്ന് 7 എങ്കിലും അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്സാണ് ക്യാരി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 7 × 5 35 മാർക്സാണ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾ 8 എണ്ണവും എഴുതാൻ നിൽക്കരുത്, 7 എണ്ണം എഴുതിയാൽ മതി. കാരണം 8 എണ്ണം എഴുതാൻ നിൽക്കുമ്പം പിന്നെ നിങ്ങൾക്ക് എസ്സേ എഴുതാൻ സമയം കിട്ടാതെ വരും. അതുകൊണ്ട് 7 എണ്ണം എഴുതുക, എഴുതുന്നത് ഭംഗിയായിട്ട് എഴുതുക. ആദ്യമേ ആൻസർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏത് 7 എണ്ണമാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്നത്, അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എഴുതാൻ തുടങ്ങുക. ഓക്കെ. 16th ക്വസ്റ്റ്യൻ. ഇതിലെ 16th ക്വസ്റ്റ്യൻ, മേരോ മൻ അനന്ത് കഹാ സുഖ് പാവേ, ജൈസെ ഉടി ജഹാജ് കോ പഞ്ചി ഫിരി ജഹാജ് പരാവേ, കമൽ നയന കോ ഛാടി മഹാത്തം ഓർ ദേവ് കോ ധ്യാവേ. ഇത് ഏൻഷ്യൻറ്റ് പോയറ്റ് സൂർദാസിൻ്റെ പദത്തിൽ നിന്ന് അല്പം എടുത്തിട്ട് ഇൻ പങ്ക്തിയോं का ഭാവാർത്ഥ സ്പഷ്ട കീജിയെ, ഇതിൻ്റെ ഭാവാർത്ഥം പറയുക എന്നാണ് ചോദ്യം. മേരോ മൻ അനന്ത് കഹാ സുഖ് പാവേ, मेरा मन हे ईश्वर आपके सिवा और कहाँ सुख पा सकता है. जैसे उड़ी जहाज को पंछी पुनी जहाज पे आवे. अब कवि ये कहते हैं कि कई बार ऐसा होता है कि सांसारिक एवं लौकिक सुखों की ओर उनकी दृष्टि जाती ज़रूर है. उसे वे एक उदाहरण के रूप में कहते हैं. जैसे मान लो सागर के बीच एक जहाज है और उसमें कई पंछी हो. जैसे इस प्रकार देखिए, अब ये जो पंछी जो हैं सागर किनारे पहुंचने की चाह में जहाज छोड़कर किनारे की ओर उड़ते हैं. लेकिन जहाज किनारे से बहुत दूर है, अतः काफ़ी दूर उड़ने पर भी जब किनारा नहीं दिखता तो ये पंछी वापस जहाज पर ही आश्रय लेते हैं. तो सूरदास जी भी यही व्यक्त करना चाहते हैं कि कई बार मेरा मन हे ईश्वर आपसे दूर सांसारिक सुखों के पीछे गया है. मैं भी भटका हूँ, मैं भी मानव हूँ, तो मुझ में भी दुर्बलताएं हैं. मैं लौकिक जीवन की ओर मुड़ गया हूँ कई बार, लेकिन मैं पुनः आपके पास ही लौट भी आया हूँ, क्योंकि मेरे मन को अनंत कहीं सुख की प्राप्ति नहीं होती. आपके पास जब मैं होता हूँ, जितनी सुख शांति मुझे मिलती है मेरे मन को, उतना मुझे और कहीं प्राप्त नहीं हुआ. मेरी अवस्था ठीक उन पंछियों के समान है जो वापस जहाज पर पहुंचकर ही संतुष्टि पाते हैं. उसे कोई दूसरा आसरा या आलंबन नहीं है. तो ठीक उसी प्रकार उन पंछियों की तरह ही भक्त मेरे लिए भी आपके सिवा कोई आलंबन नहीं है. देखिए एकदम व्यक्त हो गया ना. और वैसे भी वे और आगे वे कहते हैं कि वैसे भी कमल नयन को छाड़ी महात्म और देव को ध्यावे. भाई कमल रूपी नयनों वाले सुंदर कृष्ण को छोड़कर मैं किसी और देवता की आराधना भला क्यों करूं. यह तो ठीक वैसे ही हुआ जैसे परम गंग को छाड़ी पियासो दुर्मति कूप खनावे. अब देखिए अगर मैं कमल रूपी नयन को छोड़कर, अब देखिए कमल रूपी नयनों वाले सुंदर कृष्ण को छोड़कर मैं अगर किसी और देवता के पीछे जाऊं, तो ये तो वैसे ही होगा जैसे गंगा जैसे पवित्र नदी का जल छोड़कर त्याग कर कोई प्यासा व्यक्ति पानी के लिए कुआं खोदने की सोचे. अरे उसकी दुर्मति ही समझनी चाहिए. उसकी मति मतलब बुद्धि, उसकी बुद्धि ही भ्रष्ट हो गई होगी जो गंगा के पवित्र जल को छोड़कर कुएं के पानी की इच्छा रखे. अब देखिए यहाँ गंगा का पवित्र पानी किससे उपमित किया गया है? ईश्वर से. अब मैं कृष्ण को छोड़कर, गंगा जैसे पवित्र जल वाले कृष्ण को छोड़कर मेरी मति भ्रष्ट हो गई है क्या कि मैं कुएं के पानी की सोचूं? ऐसी उल्टी बात तो वही सोचेगा जिसकी मति भ्रष्ट हो गई है. वे फिर और आगे कहते हैं, जिन मधुकर अम्बुज रस चाख्यो क्यों करील फल खावे. जो मधुकर होता है ना, जो भौरा, जो मधुकर होता है ना, जो भौरा, उसने अगर एक बार
अम्बुज रस यानी कि कमल का रस उसका आस्वादन किया हो, वो भला करील फल क्यों चखेगा। करील देखिए इस प्रकार का एक फल होता है, एक कांटेदार वृक्ष, एक कांटेदार पौधे का एक फल होता है जो काफ़ी कड़वा होता है। तो अगर भौरा जो है उसने एक बार कमल रस को चख लिया है, उसका स्वाद जान लिया है, तो भला वो करील फल क्यों खाएगा। मतलब कि ईश्वर की भक्ति में जो एक बार लीन हो जाता है और जिसे एक बार ईश्वर की महिमा का ज्ञान हो जाता है, वो किसी और के पीछे क्यों जाएगा। ठीक वैसे ही जैसे अम्बुज रस यानी कमल के रस को चखने का वाला भौरा, ठीक वैसे ही जैसे अम्बुज रस अथवा कमल के रस को चखने वाला भौरा कभी करील के कड़वे फल के पीछे नहीं जाएगा। ठीक उसी प्रकार वे कहते हैं कि कामधेनु को छोड़कर कोई छेरी यानी बकरी को दुहाने थोड़े जाए। ठीक उसी प्रकार सूरदास जी कहते हैं, सूरदास प्रभु कामधेनु तजी छेरी कौन दुहावे। देखिए, कामधेनु को छोड़कर कोई छेरी यानी बकरी, उसे दुहाने थोड़े ही कोई जाएगा। यानी कामधेनु आपको पता ही है ना, हमारे एक मिथोलॉजी में है, एक ऐसी गाय है जो सभी की इच्छाओं की पूर्ति करता है। पुराणों के अनुसार सागर मथने से कामधेनु निकली और वो एक ऐसी गाय है जो सभी की इच्छाओं की पूर्ति करता है। एक मिरेकल काऊ के नाम से जाना जाता है कामधेनु। तो कवि कहते हैं कि जब कामधेनु रूपी आप हैं तो आपको तजकर कौन छेरी को दुहाने जाएगा। अब देखिए, ईश्वर की तुलना किस किस से करते हैं। जहाज से करते हैं, जिसे छोड़कर पंछी एक बार जाता है लेकिन वापस आने पर ही संतुष्टि पाता है। कमल नयन रूपी ईश्वर से करते हैं, कमल नयन से उपमित करते हैं। गंगा के पवित्र नदी से उपमित करते हैं। अम्बुज के रस से, कमल के रस से उपमित करते हैं और सबकी इच्छाओं की, सबकी कामनाओं की पूर्ति करने वाले कामधेनु से उपमित करते हैं। तो इतने सारे गुण हैं मेरे ईश्वर के, तो मेरा मन और अनंत कहाँ सुख पावे। इन सब को छोड़कर मेरा मन कहाँ सुख पा सकता है। तो आप समझ गए ना। देखिए, भाषा ब्रज भाषा है, लेकिन आप उसके वर्ड मीनिंग को समझ लेंगे तो ये जो पद है, देखते ही आपके मन में इसकी पूरी भावार्थ एकदम से खुल जाएगी। നെക്സ്റ്റ് നാച്ച് കവിത കാ ഭാവ് സമझाइए। നോക്കൂ, നാച്ച് എന്ന കവിത, അതിൻ്റെ ഭാവ് അതെന്താണ്, അതിൻ്റെ കലാപക്ഷ, അതിൻ്റെ കാവ്യഭംഗി എന്താണ്, അതെന്താണ് മെസ്സേജ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ അപ് ടു ദ പോയിൻ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം കാണുമ്പം നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കുക. പൊതുവേ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആ ഒരു കവിതയുടെ സമ്മറി അങ്ങ് എഴുതി വെക്കുക. നോക്കൂ, സമ്മറി എഴുതി വെക്കുക അല്ല ലിറ്ററേച്ചർ. നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓരോ ചോദ്യവും അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അനലൈസ് ചെയ്യണം. സമ്മറി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അതുപോലെ എസ്സേ എഴുതുമ്പം അല്പം സമ്മറിയും കൂടെ ചേർത്ത് എഴുതുമ്പം കുഴപ്പമില്ല. പക്ഷേ ഷോർട്ട് ആൻസറിലൊക്കെ അപ് ടു ദ പോയിൻ്റായിട്ട് ആൻസർ എഴുതിയാൽ മതി. നാച്ച് കവിത കാ ഭാവ് സമझाइए. അപ്പം നമുക്ക് നാച്ച് കവിത, നിങ്ങൾക്ക് ഓർമ്മ കാണും, ഒരു ഇങ്ങനെ 2 തൂണിൽ ഒരു കയറ് കെട്ടിയിരിക്കുന്ന, അതിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കസരത്ത് കാണിക്കുന്ന ആൾക്കാരുടെ ജീവിതമാണ് ആ നാച്ച് എന്ന കവിതയിൽ സച്ചിദാനന്ദ് ഹീരാനന്ദ് വാസ്യായൻ അഗ്യേ, അദ്ദേഹം ആ ഒരു കവിത അവരെ ബേസ് ചെയ്താണ്. അത് ആക്ച്വലി എന്താണ്, ഈ 2 തൂണുകൾ ആക്ച്വലി ജീവൻ ഓർ മൃത്യു, ജനനവും മരണവും അതിനെ റെപ്രസെൻ്റ് ചെയ്യാണ്. അതിൻ്റെ പ്രതീകങ്ങളാണ് ഈ 2 തൂണുകൾ. ഓക്കെ, ഈ കയറ് മനുഷ്യ ജീവിതമാണ്. ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ വേണ്ടിയാണ് ജനിച്ച ഒരു വ്യക്തി മരണത്തിലെത്തുന്നത് വരെ ഈ കയറിന്മേലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു പോക്കാണ്. അത് ആ ഒരു കസരത്ത് കാണിക്കുന്നവരുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് കവി പറഞ്ഞതേ ഉള്ളൂ. മെയിൻ മെസ്സേജ് ഇതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി
ഈ കയറാകുന്ന ജീവിതം അയാൾ ജീവിക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. നാച്ചുറലി ഒരു സ്വാഭാവികമായിട്ടൊരു വ്യക്തിക്ക്. അപ്പോൾ ആ കവിതയിൽ പറയുന്നുണ്ട്, തേജ് റോഷ്നി മൂപ്പർ പടന, മുഖത്തോട്ടടിക്കുന്ന ആ തീക്ഷ്ണമായ വെളിച്ചം അത് അയാൾക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ആൾക്കാരുടെ ബഹളം, അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ഓട്ടം നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങണമെന്നായിരിക്കും നാച്ചുറലി. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സംഘർഷമാണ് ആ കവിതയിൽ കാണിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് തൂണുകൾ, ഒന്ന് ജന്മ ഓർ മൃത്യു, ജീവനും മരണവും, അത് പ്രതീകമാണ്, അത് എടുത്തു പറയണം. പിന്നെ ഈ കയറ് ജീവിതമാണ്. ഈ കയറിലൂടെയുള്ള യാത്ര ആ വ്യക്തിയുടെ ജീവിതയാത്രയാണ്. അപ്പോൾ ഈ അഗേ എന്ന ഒരു പോയറ്റിനെ പറ്റി പറയുമ്പം എടുത്തു പറയേണ്ട ഒരു സെൻറ്റൻസ് എന്താണ്? അദ്ദേഹം പ്രയോഗവാദി കവിയായിരുന്നു. പ്രയോഗവാദി എന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റലിസം. കവിതയിൽ വളരെയധികം ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയൊരു വ്യക്തിയാണ്. കവിതയുടെ സ്റ്റൈല്, എങ്ങനെ കവിത ഇരിക്കണം, അങ്ങനെ പ്രയോഗവാദം എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ ഹിന്ദി സാഹിത്യത്തിലുണ്ട്. അപ്പോൾ അഗേയുടെ പറ്റി പറയുമ്പം അത് ഈവൻ 2 മാർക്സ് ക്വസ്റ്റ്യൻ പാർട്ട് 1 ചോദിക്കുകയാണെങ്കിലും അഗേനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹം പ്രയോഗവാദി കവിയാണ് എന്നുള്ളൊരു പോയിൻ്റ് ഹൈലൈറ്റ് ആവണം. പിന്നെ അദ്ദേഹം എക്സിസ്റ്റൻഷ്യലിസം അല്ലെങ്കിൽ അസ്തിത്വവാദി വിചാരധാരയിൽ വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയാണ്. എക്സിസ്റ്റൻഷ്യലിസം അല്ലെങ്കിൽ അസ്തിത്വവാദം എന്ന് വെച്ചാൽ വ്യക്തിക്കും പ്രാധാന്യം കൊടുക്കുന്നത്, സമൂഹത്തിന് മാത്രമല്ല. ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന സമൂഹം വലുത്, വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് വലിയ വിലയില്ല, സമൂഹമാണ് വളരേണ്ടത്, സമൂഹമാണ് വലുത്. അപ്പോൾ ഈ കവി പറയുന്നത് വ്യക്തി ഹാപ്പി ആയാലേ സമൂഹം ഹാപ്പി ആവുള്ളൂ, വ്യക്തിയുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കണം. അപ്പോൾ ഇവിടെയും ആ ഒരു അസ്തിത്വവാദി വിചാരധാരയാണ്. ആ കയറിൻ്റെ മുകളിൽ കൂടെ ഓടുന്ന ആ വ്യക്തിയുടെ വിഷമങ്ങൾ അതാരും കാണുന്നില്ല. എല്ലാവരും ആ ഒരു ഡാൻസ് മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവരും അയാളുടെ ജീവിത സംഘർഷത്തിനെ ഒരു നൃത്തം പോലെയാണ് ആസ്വദിക്കുന്നത്. എന്നിട്ട് കൈയടിക്കുന്നു, നിർത്തണ്ട, ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോയിക്കോ. അയാളുടെ വിഷമങ്ങൾ, അയാളുടെ ദുരിതങ്ങൾ ആരും കാണുന്നില്ല. അതാണ് ഈ നാച്ച് കവിത. അപ്പോൾ നമുക്കതിനെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ എങ്ങനെ ഫ്രെയിം ചെയ്യാം? അപ്പോൾ ഈ നാച്ച് എന്ന പോയിട്രീനെ ബേസ് ചെയ്ത് ഒരു എസ്സേ വന്നാലും നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാൻ പറ്റും. ഞാൻ ആ രീതിയിൽ ഇച്ചിരി വിശാലമായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. ഷോർട്ട് ആൻസറായിട്ടും എഴുതാം, എസ്സേ ആയിട്ടും എഴുതാം. അപ്പോൾ എപ്പോഴും പഠിക്കുമ്പം അല്പം വിശാലമായിട്ട് പഠിക്കുക. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. प्रयोगवादी कवि अग्गे ने अपनी कविता नाच में अपने युग के यथार्थ को नए रूप में प्रस्तुत करने की कोशिश की है. कवि ने रस्सी पर नाचने वाले नट के माध्यम से जन्म और मृत्यु रूपी खंभों के बीच बंधे जीवन रूपी रस्सी पर चलने या दौड़ने वाले मनुष्य का चित्रण करके उसकी मनस्थिति और उसके प्रति समाज का दृष्टिकोण, अതാണ് इम्पोर्टेंट, आ व्यक्तिയുടെ മനസ്ഥിതിയും उसके प्रति समाज का दृष्टिकोण अभिव्यक्त किया है. ओके. नट का रस्सी पर नाचना उसकी ആജീവിക है. ആജീവിക എന്ന് വെച്ചാൽ അയാളുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ് ആ കയറിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. जन्म से लेकर मृत्यु तक यह क्रम चलता ही रहेगा. इस नाच के बीच उसे कई प्रकार की कठिनाइयों का सामना करना पड़ता है जो स्वाभाविक भी है. ഈ ഒരു ഡാൻസിൻ്റെ ഇടയ്ക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കിൻ്റെ ഇടയ്ക്ക് അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. जैसे आँखों पर तेज़ रोशनी पड़ना या फिर शारीरिक एवं मानसिक तनाव के कारण नाच को ख़त्म करने की इच्छा. അയാൾക്ക് അയാളുടേതായ മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതമാകുന്ന ഈ ഒരു യാത്ര അയാൾക്ക്, ഈ ഒരു കയറിന്മേലുള്ള യാത്ര അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തേ പറ്റൂ. നാച്ച് യഹാ വ്യക്തി के जीवन संघर्षों का प्रतीक है. വ്യക്തിയുടെ ജീവിത സംഘർഷങ്ങളുടെ ഒരു പ്രതീകമാണ് ഈ നൃത്തം. यानी इस संसार में जन्म लिया तो मृत्यु तक इस जीवन रूपी रस्सी पर चलना मानव की नियति है. ഇവിടെ ജന്മം എടുത്തിട്ടുണ്ടോ എങ്കിൽ പിന്നെ ജനിച്ച ഒരു വ്യക്തിക്ക് മരണം വരെ ഈ ഒരു പല റോളുകൾ ഇങ്ങനെ പ്ലേ ചെയ്യേണ്ടി വരും. नट अपनी आजीविका के लिए रस्सी पर चढ़कर चलता है, परंतु दर्शकों के लिए यह नाच मात्र मनोरंजन का खेल है. കാണുന്നവർക്ക് ഇത് വെറും ഒരു മനോരഞ്ജൻ മീൻസ് ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു നൃത്തം മാത്രമാണ്. नाच देखने वालों की रुचि केवल नाच में होता है. लोग अर्थात समाज नाचने वाले की परेशानियों की ओर ध्यान नहीं देते. वे केवल उसकी उपलब्धियों एवं परिणामों की ओर आकर्षित होते हैं. इसके विपरीत नाचने वाले की मनोदशा कुछ अलग प्रकार की होती है. वह मन ही मन चाहता है कि जीवन रूपी रस्सी की नाच खत्म हो जाए.
അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യർക്ക് മനസ്സുകൊണ്ട് ഈ നൃത്തം ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ്. ഈ ജീവിതം തന്നെ അങ്ങ് മടുക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം സമൂഹം അവരുടെ വിഷമങ്ങൾ കാണുന്നില്ല, അവരുടെ നേട്ടങ്ങളും അവരുടെ ആ നൃത്തത്തിൻ്റെ വൈഭവം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം മതിയാക്കണം എന്നൊരു തോന്നൽ വ്യക്തിക്ക് തോന്നുകയാണ്. यहाँ निजी जीवनानुभव दूसरों के लिए नाच के रूप में प्रतीत होता है. नाच यहाँ जीने का प्रतीक है. कवि अज्ञेय अस्तित्ववादी विचारधारा से काफ़ी प्रभावित रहे. व्यक्ति और समाज का संघर्ष वे अक्सर चर्चा का विषय बनाते हैं. വ്യക്തിയും സമാജവും, അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് പോയിട്രി ഉണ്ട്, നദി കെ ദ്വീപ്. അതിലും ഇങ്ങനെ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ്. ഏതാണ് വലുതെന്നുള്ളൊരു ചർച്ച, അതോ രണ്ടിൻ്റെയും കോ എക്സിസ്റ്റൻസ് ആണോ വേണ്ടത് എന്നൊക്കെ ഒരു ചർച്ചയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ. ഇസ് കവിത മേ ഭി വേ വ്യക്തി കെ ദുഃഖ കോ പഹചാനത്തെ हैं और समाज से यह आशा रखते हैं कि व्यक्ति की उपलब्धियों की ओर मात्र न देखकर उसकी निजी दुख एवं कठिनाइयों पर भी नज़र डालें. നേട്ടങ്ങൾ മാത്രം നോക്കാതെ വ്യക്തിയുടെ പേഴ്സണൽ ഇഷ്യൂസും സമൂഹം അറിയണം എന്നുള്ള ഒരു മെസ്സേജാണ് ഈ നാച്ച് എന്ന പോയിട്രിയിലൂടെ അഗ്ഗേ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജൂഹി की कली कविता की काव्यगत विशेषताओं पर प्रकाश डालिए. ജൂഹി की कली സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ ഒരു പോയിട്രിയാണ്, ഒരു സിമ്പിൾ പോയിട്രിയാണ്. അത് വളരെ സാഹിത്യ ലോകത്ത്, ഹിന്ദി സാഹിത്യ ലോകത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പോയിട്രിയാണ്. കാരണം 1916 എഴുതപ്പെട്ട ഒരു കവിതയാണ്. അന്നത് എഴുതിയപ്പോൾ അത് കവിതയേ അല്ല, കവിതയുടെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് പബ്ലിഷേഴ്സ് അതിനെ ചവിട്ടുകൊട്ടയിൽ എറിയുകയാണ് ഉണ്ടായത്. പിന്നീടാണ് 1923 അത് പബ്ലിഷ് ആകുകയും അത് ഇത്രയും ഫേമസ് ആകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം എസ്സേ, ഈ നാച്ചും ജൂഹി की कलिയും ഒക്കെ നമുക്ക് എസ്സേ ആയിട്ട് ഈ വർഷം പ്രതീക്ഷിക്കാം. ജൂഹി की कली കവിത की കാവ്യഗത് വിശേഷതാവും पर പ്രകാശ് ഡാലിയെ. അതിന് വളരെയധികം കാവ്യഗത് വിശേഷതായും ഉള്ള ഒരു കവിതയാണ്. കാരണം അതൊരു ഛായാവാദി കവിതയാണ്. ഛായാവാദി കവിത എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു വേറെ ഇന്ത്യൻ പതിപ്പാണ്. അതിൽ മിസ്റ്റിസിസം ഉണ്ട്, റൊമാൻറ്റിസിസം ഉണ്ട്. അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ, ഛായാവാദി കവിത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാവ്യഗത് വിശേഷത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഛായാവാദി കവി സൂര്യകാന്ത് ത്രിപാഠി നിരാല ജി की कविता ജൂഹി की कली अपनी काव्यगत विशेषताओं के लिए जानी जाती है. അപ്പോൾ ശ്രദ്ധിച്ചോണം, നിരാലയെ പറ്റി എഴുതുമ്പം യു മസ്റ്റ് ഓൾവേസ് പുട്ട് ദിസ് അഡ്ജക്റ്റീവ്. എന്താണ്? ഛായാവാദി കവി. അഗ്ഗയെ പറ്റി എഴുതുമ്പം പ്രയോഗവാദി കവി. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പം തന്നെ, ഇത് കാണുമ്പം തന്നെ ആ വാല്യൂ ചെയ്യുന്ന ഒരു എക്സാമിനറിന് ഒരു ഇംപ്രഷൻ ഫീൽ ചെയ്യുകയാണ്. ഈ കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു ബ്രൗണി പോയിൻറ്റ്സ് നിങ്ങൾ നേടുകയാണ്. ആ ഒരു റിഫ്ലക്ഷൻ നിങ്ങളുടെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുമ്പം ടീച്ചേഴ്സിൻ്റെ മനസ്സിൽ നാച്ചുറലി കാണും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് തീർച്ചയായിട്ടും എഴുതുക. നിരാലയെ പറ്റി എഴുതുമ്പം ഛായാവാദി കവി സൂര്യകാന്ത് ത്രിപാഠി നിരാല ജി की कविता जूही की कली अपनी काव्यगत विशेषताओं के लिए जानी जाती है. 1923 में जब यह कविता प्रकाशित हुई तो हिंदी साहित्य जगत में भूचाल सी आ गई. भूचाल എന്ന് വെച്ചാൽ ഭൂകമ്പം. അത്രയ്ക്ക് വലിയ ചലനമായിരുന്നു അത് സൃഷ്ടിച്ചത്. क्योंकि यह कविता उस समय चली आ रही सभी काव्यगत नियमों को तोड़कर एक नए भावबोध के साथ उपस्थित हुई थी. കാരണം എന്താണ്, ഈ ഭൂകമ്പം ഉണ്ടായത് എന്താണ് സാഹിത്യ ലോകത്ത്, ഹിന്ദി സാഹിത്യ ലോകത്ത്? ആ സമയത്ത് കവിത ഇങ്ങനെ ഇരിക്കണം, അതിങ്ങനെ വൃത്തങ്ങൾ ചേർത്തിട്ടാണ് കവിത എഴുതേണ്ടത്, വൃത്തങ്ങളുടെ ഒരു ബന്ധനത്തിൽ നിന്നുകൊണ്ട് തന്നെ കവിത എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതിനെ മാറ്റിമറിച്ച ഒരു ഫ്രീ വേഴ്സിൽ എഴുതിയ ഒരു കവിതയാണ്, ഒരു മുക്ത ഛന്ദിൽ എഴുതിയ ഒരു കവിതയാണ് നിരാലയുടെ ജൂഹി की कली. निराला ने 1916 में ही इस कविता को प्रकाशित करने की कोशिश की थी, लेकिन प्रकाशक इसे कविता मानने को ही तैयार न थे. निराला ने जूही की कली के द्वारा ही മുക്ത ഛന്ദ് की അവധാരണ को സഫൽ ബനായ. മുക്ത ഛന്ദ് എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഫ്രീ വേഴ്സ് എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചലനങ്ങൾ ഹിന്ദി ലിറ്ററേച്ചറിലും ഉണ്ടായി. क्योंकि वे मानते थे कि जिस प्रकार मानव को स्वतंत्रता प्रिय है, उसी प्रकार कविता को भी छंदों के बंधन से मुक्ति पसंद है.
കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്നു മനുഷ്യർക്ക് എങ്ങനെ ഇൻഡിപെൻഡൻസിനോട് ആഗ്രഹമുണ്ടോ അതേപോലെ കവിതയ്ക്കും ബന്ധനങ്ങൾ ഇഷ്ടമല്ല. അലങ്കാരങ്ങൾ, വൃത്തങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് റൈമിംഗ് ആയിട്ട് കവിത എഴുതാവോ, അങ്ങനെ ഒരു നിയമം ഇല്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. तो एक तरह से कहा जा सकता है कि जूही की कली की सबसे बड़ी काव्यगत विशेषता यही है कि वह मुक्त छंद में लिखी गई हिंदी की पहली कविता है. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം. ഹിന്ദി സാഹിത്യത്തിലെ ഫ്രീ വേഴ്സിൽ അല്ലെങ്കിൽ മുക്ത ഛന്ദിൽ എഴുതിയ, ഛന്ത് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, വൃത്തം, മുക്ത ഛന്ദിൽ എഴുതിയ ആദ്യത്തെ കവിതയാണ് ജൂഹി की कली. निराला छायावादी काव्यधारा के कवि थे, अतः जाहिर है उनकी इस कविता में छायावादी काव्यधारा की सभी विशेषताएं देखने को मिलती हैं. ജേസെ ഛായാവാദി പോയിട്രിയുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ ബുള്ളറ്റ് ഇട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്പേസ് തോന്നിക്കും നിങ്ങളുടെ എസ്സേക്ക്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രേം കാ നിരൂപൺ, പ്രകൃതി ചിത്रण, कल्पना तत्व, सौंदर्य भावना, प्रकृति का मानवीकरण, इन सभी काव्यगत विशेषताओं को हम जूही की कली कविता में देख सकते हैं. ഈ ഛായാവാദി റൊമാൻറ്റിസിസത്തിലെ ആ ട്രെൻഡിലുള്ള എല്ലാ വിശേഷതകളും ഈ പോയിട്രിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടം വരെ നിർത്താം. പക്ഷേ ഇത് എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുമ്പോൾ അതിനെ ഇലാബറേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഭാഗം കൂടെ ചേർത്ത് നിങ്ങൾ എഴുതണം. എന്തൊക്കെയാണ്? പ്രേം കാ നിരൂപൺ. प्रेम निराला के काव्य की महान प्रेरणा रही. प्रेम तत्व का अत्यंत भव्य चित्रण जूही की कली में हुआ है. उसमें भी प्रधान रूप से विरह की अनुभूति. नायिका जूही की कली और नायक पवन का प्रणय और पवन का विरहानुभूति. നായക്കും നായികയുടെയും ഈ കലിയും പവൻ്റെയും അവരുടെ പ്രണയവും അവരുടെ വിരഹവും ഇതെല്ലാം ഈ കവിതയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ വിരഹം പവൻ്റെ മനസ്സിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്? സ്മൃതിക്ക് ആധാർ പർ. പവൻ പെട്ടെന്ന് ദൂരദേശത്ത് നിന്ന് തൻ്റെ പ്രണയിനിയെ ഓർക്കുകയാണ്. അപ്പോൾ സ്മൃതി, മെമ്മറിയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് വിരഹം വരികയാണ്. ആകുലത, പെട്ടെന്ന് അദ്ദേഹം ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. പീഡ, പിന്നെ വല്ലാതൊരു വേദന, ഒരു കരൾ മുറിയുന്നൊരു വേദന, എത്രയും വേഗം ജൂഹി की കലിയുടെ അടുത്ത് എത്താനുള്ള ഒരു ആകുലത. നിരാശ, ദൂരെ ആയി പോയല്ലോ എന്നുള്ളൊരു നിരാശ. പിന്നെ ആവേഗമാണ്. ആവേഗം എന്ന് വെച്ചാൽ പിന്നെ ഒന്നും നോക്കുന്നില്ല, മുന്നും പിന്നും നോക്കാതെ അങ്ങ് പവൻ ഓടി വരികയാണ്. മിലൻ, പിന്നീട് അവരുടെ വിരഹം പിന്നെ മിലനിൽ അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രേം കാ നിരൂപൺ, ഇതിനെയൊക്കെ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എസ്സേ ഇതിനെ സ്മൃതിയുടെ ആധാരം പറയുമ്പോൾ ഞാനിതിപ്പം വോക്കലായിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സ്മൃതി, പിന്നെ നിരാശ ഉണ്ടായി പവന്, ആവേഗിൽ വന്നു, മിലൻ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് വിശാലമായിട്ട് നിങ്ങളുടെ രീതിയിൽ പോയിട്രി ക്യാൻ ബി ഇൻറ്റർപ്രിറ്റഡ് ആസ് മെനി വേസ് ആസ് പോസിബിൾ. കവിത ആസ്വദിക്കുന്ന ഓരോ വ്യക്തിക്കും അതിൻ്റേതായ രീതിയിൽ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിനെ വിശാലമായിട്ട് എഴുതാം. പിന്നെ കൽപ്പന തത്വ, ഇമാജിനേഷൻ ഛായാവാദി പോയിട്രിയിൽ ഒരു വലിയ ഫാക്റ്റാണ്. കൽപ്പന ഛായാവാദി കവിതാക്ക് ബുനിയാദ് ഹെ. ബുനിയാദ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫൗണ്ടേഷൻ, ബേസ്. कल्पना जूही की कली का अहम तत्व है. निर्जन वन प्रदेश में वल्लरी पर लगी जूही की कली को नवविवाहित युवती के रूप में ചിത്രിത് കർണ കവിക്ക് കൽപ്പന വൈഭവ് को ही दर्शाती है. വിജനമായ ഒരു വനപ്രദേശത്തിൽ ഒരു വള്ളിച്ചെടിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മുല്ലമുട്ടിനെ ഒരു നായികയായിട്ടും ഒരു പ്രണയിനിയായിട്ടും ഒരു നവവിവാഹിതായ ഒരു ന്യൂലി മാരീഡ് വധുവായിട്ടും കാണാനുള്ള ഒരു ഭാവന, അതൊരു ഇമാജിനേഷൻ, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ തത്വം. उसी प्रकार पवन को कली के नायक के रूप में देखना और पवन को विरह में पीड़ित पुरुष की कल्पना करना वगैरह 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 എന്ന് വെച്ചാൽ എക്സെട്ര എക്സെട്ര. ഇപ്പം പവനെ ഒരു പുരുഷനായിട്ട് കാണാനും അത് ഈ ജൂഹി की കലിയുടെ ഭർത്താവായിട്ട് കാണാനും അവർ തമ്മിലുള്ള പ്രേമം വർണ്ണിക്കും, ഇതെല്ലാം കൽപ്പനയാണ്. പിന്നെ പ്രകൃതി ചിത്രൺ, വിജൻ വൻ പ്രദേശ് കാ ചിത്രൺ, കുഞ്ചലതാവും കാ വർണ്ണൻ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് प्रकृति का मानवीकरण, जूही की कली का सुंदर युवती के रूप में चित्रित करना. ഇത് ഞാനിവിടെ എക്സാമ്പിൾസ് മാത്രം പോയിന്റ് ഔട്ട് ചെയ്തിരിക്കും, നിങ്ങൾ അതിനെ എലാബറേറ്റ് ചെയ്യാം. നമുക്ക് ജൂഹി की കലിനെ ഒരു സുന്ദരിയായ യുവതിയായിട്ട് ചിത്രീകരിക്കുക. ഉസ്ക ആംഖേ ബന്ദ് കർക്കെ സോന, മനുഷ്യരാണ് കണ്ണടച്ചൊക്കെ ഉറങ്ങുന്നില്ലേ, പക്ഷേ ഈ മുല്ലമുട്ട് ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ഉറങ്ങുന്നതായിട്ട് പറയുന്നത്. ഉസ്ക മധുർ സ്വപ്ന ദേഖന, ഉറങ്ങുമ്പോൾ അവളിങ്ങനെ മധുരമായി സ്വപ്നം കാണുന്നത്.
പവൻ കാ പ്രിയ കി യാദ് മേ ദുഃഖി ഹോന. പവന് തൻ്റെ പ്രണയിനിയെ ഓർത്ത് വിരഹം വരുന്നു. പവൻ കെ മൻ കി ആകുലത. പവൻ്റെ മനസ്സിലുള്ള ഒരു ആകുലത. ആകുലത എന്ന് വെച്ചാൽ ഇങ്ങനെ കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിയും ഒരു വിഷമവും എല്ലാം കൂടെ ഒത്തുവരുന്നു. പീഡ, വേദന, ഇതെല്ലാം മാനവീകരണമാണ്. മനുഷ്യൻ്റെ ഓരോ വികാരങ്ങളാണ് പ്രകൃതിയിൽ ഇംബൈബ് ചെയ്തിരിക്കുന്നത്. ജൂഹി കി കലി കോ സോത്തെ ദേഖ് പവൻ കാ ഗുസ്സാ ഹോന. കണ്ട, പവൻ ദേഷ്യപ്പെടുക, ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതൊക്കെയാണ് മാനവീകരണം അല്ലെങ്കിൽ പെർസോണിഫിക്കേഷൻ. പേഴ്സൻ്റെ പ്രകൃതമെല്ലാം പ്രകൃതിയിൽ കാണിക്കുക. പവൻ കാ കലി കെ ഗാലോം കോ മസൽന. മസൽന എന്ന് വെച്ചാൽ കവിളിങ്ങനെ ഞെവിടുക. പവൻ വന്നിട്ട് ഇവൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ എണ്ണീക്കാത്തത് കാരണം പവൻ പ്രതീക്ഷിച്ചത് കലി എന്താണ്, ആകാംക്ഷയോടെ ഇവനെ കാത്തിരിക്കുമെന്നാണ്. പക്ഷേ ജൂഹിക്ക് കലി ഉറങ്ങിപ്പോയി. അപ്പോൾ ആ വെളുത്ത കവിളിങ്ങനെ ഞെവിടുക. എന്നിട്ട് പിന്നെ ആ വള്ളിച്ചെടി വലിച്ച് കുലുക്കും പവൻ. അപ്പോൾ പെട്ടെന്ന് ഈ ജൂഹിക്ക് കലി ചാടി എണ്ണീറ്റ് ചക്കിത്ത ചിത്തവൻ സെ ദേഖ്തി ഹെ എന്ന അന്തം വിട്ടിങ്ങനെ നോക്കുക. ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഓർ കലിക ലജ്ജിത് ഹോന. കലി നാണിക്കുക, ചോങ്കന, ഞെട്ടുക, ഇതെല്ലാം മാനവീകരണമാണ്. ഓക്കെ. सो 19th क्वेश्चन, मुक्ति कविता में एक अध्यापक के जीवन की विडंबना का कैसा चित्रण कवि ने किया है? മുക്തി എന്ന കവിതയിൽ ഒരു അധ്യാപകൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിഡംബന, അയാളുടെ ഒരു കഷ്ടകാലം പിടിച്ചൊരു ജീവിതം, അതിനെങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? अरुण कमल जी की कविता मुक्ति एक गरीब स्कूल मास्टर की विडंबनापूर्ण जीवन को दर्शाता है. एक गरीब अध्यापक जो अपनी छोटी सी तनख्वाह से अपनी पारिवारिक ज़रूरतों की पूर्ति नहीं कर पाता और रिटायर होने पर भी वो मुक्ति नहीं पाता. ഒരു പാവപ്പെട്ട അധ്യാപകൻ, അയാളുടെ ചെറിയ ശമ്പളം, വളരെ തുച്ഛമായ ശമ്പളം, അതുകൊണ്ട് അയാൾക്കൊരു അയാളുടെ ഫാമിലിയുടെ നീഡ്സ് പോലും അയാൾക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അയാൾ റിട്ടയർ ആയി കഴിയുമ്പം പോലും അയാൾക്കൊരു മുക്തിയില്ല. रिटायर होने पर अक्सर लोग अपनी ज़िंदगी के उस मुकाम पर पहुंचते हैं जहां ज़िंदगी की भाग दौड़ खत्म हो जाती है. പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? റിട്ടയർ ആകുമ്പോൾ എല്ലാവരും സ്വസ്ഥമാവുകയാണ്. എല്ലാ ജീവിതഭാരങ്ങളും അഴിച്ചു വെച്ച് അവരൊരു നിലയിൽ എത്തിക്കഴിയും. റിട്ടയർ ആകുമ്പം സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം കൊണ്ടും അവർ സെറ്റിലാവുന്ന ഒരു സമയമാണ്. बेटियों की शादी हो गई होती है, बेटे नौकरी पर लग गए होते हैं, अपनी मकान बन गई होती है. ഇതൊക്കെയാണ്. പെമ്മക്കളുണ്ടെ കെട്ടിച്ച് വിട്ട് കാണും, ആൺകുട്ടികളൊക്കെ ജോലിക്കായി കാണും, വീടൊക്കെ വെച്ച് കാണും. അങ്ങനെ എല്ലാവരും സെറ്റിലാവുന്ന ഒരു സമയമാണ് ഈ റിട്ടയർമെൻറ്റ്. और इस प्रकार जीवन की सभी जिम्मेदारियों से उन्हें मुक्ति मिल गई होती है. ലൈഫിൽ പല കഷ്ടപ്പാടുകളിൽ നിന്നും പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവർക്കൊരു മുക്തി കിട്ടുന്ന സമയമാണ് റിട്ടയർമെൻറ്റ് സമയം. लेकिन यहाँ इस कविता में अध्यापक पूरी ज़िंदगी दूसरों के बच्चों को पढ़ाता रहा, रात दिन ट्यूशन करता रहा ताकि उसके परिवार की आर्थिक ज़रूरतों की पूर्ति हो. പക്ഷേ ഇവിടുത്തെ അധ്യാപകൻ്റെ അവസ്ഥ എന്താണ്? രാവും പകലും കഷ്ടപ്പെട്ട് സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ട്യൂഷന് പഠിപ്പിക്കാൻ പോകുന്നു. വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ഭാഗ്ദോട് മേ അപ്നെ ഹി ബേട്ടി കി ബാത്ത് ഉസേ പഠാനെ കി ജിമ്മേദാരി വോ ഭൂൽ ജാത്താ ഹെ. സ്വന്തം മകനെ പഠിപ്പിക്കണമെന്നും സ്വന്തം മകൻ്റെ ഭാവി ശരിയാക്കണമെന്നും ഒക്കെ അയാൾക്ക് പറ്റത്തില്ല. കാരണം അയാൾ രാവിലെ ട്യൂഷന് പോകുമ്പോൾ മകൻ ഉറങ്ങുമായിരിക്കും. അത് പറയുന്നുണ്ട് ആ കവിതയിൽ. അയാൾ തിരിച്ചു വരുമ്പോഴും മകന് ഉറക്കമായി കാണും. അപ്പോൾ ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. वो बेटा जो बड़ा होकर उसका सहारा बनेगा, उसी की पढ़ाई को लेकर अध्यापक की लापरवाही के लिए उन्हें बहुत बड़ी कीमत चुकानी पड़ती है. वे बुढ़ापे में भी മുക്തി നഹി പാത്തെ. ഈ കുട്ടിയെ പഠിപ്പിച്ചിട്ട് വേണം, ഈ കുട്ടി വലുതായി ഇവനൊരു ഫ്യൂച്ചർ ആകുമ്പോഴാണ് ഈ അധ്യാപകനൊരു സമാധാനമാകുക. പക്ഷേ അത് ഇവിടെ പ്രധാനമായ ഒരു ദൗത്യം ആ അധ്യാപകൻ ഈ ജീവിതത്തിൻ്റെ ഈ കഷ്ടതകളുടെ ഇടയ്ക്ക് മറന്നുപോയി. अब जब उन्हें इस बात का एहसास होता है कि उसे अपने बेटे को पढ़ाना है, वे काफ़ी चिंतित और परेशान हो जाते हैं. യഹി ഉസ് അധ്യാപക് കെ ജീവൻ കി വിഡംബന രഹി. ഈ വയസ്സാം കാലത്ത് റിട്ടയർ ആയി കഴിഞ്ഞപ്പം അയാളുടെ ലൈഫ് സെറ്റിലായില്ല. പറയുന്നുണ്ട് അയാൾ വീട് വെച്ചില്ല, പെമ്മക്കളെ കെട്ടിക്കാനുണ്ട്. അപ്പോഴാണ് വേറൊരു വലിയ ഉത്തരവാദിത്തം അയാളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി ഇങ്ങനെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ. കാരണം ഒന്നുമേ അറിയില്ല ആ കുട്ടിക്ക്, അടിച്ചിട്ട് കരയുന്നുമില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കരയാത്ത ആ കുട്ടിയുടെ ആ നിസ്സംഗ ഭാവം കണ്ടപ്പം അധ്യാപകന് മനസ്സിലായി
കുറ്റം എൻ്റേത് തന്നെയാണ്. ഞാൻ നാട്ടുകാരുടെ മക്കളെ പഠിപ്പിക്കാൻ നടന്നു. എൻ്റെ മകനെ തലോടിയിട്ട് അവൻ കാര്യങ്ങൾ അറിയാമോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ കുട്ടി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇനി എനിക്ക് ജീവിതകാലം മുഴുവനും ഒരു മുക്തിയില്ല. കാരണം ഈ കുട്ടിയെ ഇനി ഒരു കരക്കെത്തിക്കാതെ ഒരു അധ്യാപകനായ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല. ജിന്ദഗി ഭർ അധ്യാപൻ കിയ ലേക്കിൻ ഖുദ് കെ ബേട്ടെ കോ നഹീ പഠാ സകെ. ജീവിതകാലം മുഴുവനും അധ്യാപനം ചെയ്തു. അയാളുടെ തൊഴിൽ തന്നെ ടീച്ചിങ് ആണ്. പക്ഷേ സ്വന്തം മകനെ പഠിപ്പിക്കാൻ പറ്റിയില്ല. അതാണ് ആ അധ്യാപക ജീവൻ കി വിഡംബന. ഓക്കെ, ക്ലിയർ ആയില്ലേ? 20th क्वेश्चन, मौसिया कविता में अभिव्यक्त विचारों का उल्लेख कीजिए. അനാമികാജിയുടെ മോസിയ എന്ന പോയിട്രി നമ്മുടെ ജീവിതത്തിൽ റിലേറ്റീവ്സിൻ്റെ സാന്നിധ്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിളിച്ച് ഓതുന്ന ഒരു കവിതയാണ് അല്ലേ. റിലേറ്റീവ്സിൻ്റെ വരവും അവരുടെ സന്തോഷകരമായ അവരുടെ സംസാരവും, പ്രത്യേകിച്ച് ഒരു ഗർഭവതിയായ പെൺകുട്ടിക്ക് ആൻറ്റിമാരുടെ വരവും കുഞ്ഞമ്മമാരുടെ വരവും അപ്പച്ചിമാരുടെ വരവും ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇപ്പോൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയായിട്ട് ചുരുങ്ങിയപ്പോൾ ഒരു വീട്ടിലൊരു പ്രസവം നടന്നാൽ പോലും ഒന്ന് കാണാനും വരാനും സംസാരിക്കാനും ഒന്നും ആർക്കും സമയമില്ല. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഊഷ്മളത, അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ. കാരണം പുരുഷന്മാർ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന കൂട്ടരാണ്, കൂടുതൽ അവർ സമൂഹത്തിൽ ഇൻവോൾവ് ആവുന്നവരാണ്. പക്ഷേ സ്ത്രീകൾ കൂടുതലും കുടുംബത്തിൽ ഇങ്ങനെ ഉൾവലിഞ്ഞ് കുടുംബത്തിൽ തന്നെ ഇരിക്കുന്നവരാണ് കൂടുതലും, മെജോറിറ്റി. അപ്പോൾ അവരുടെ ഇഷ്യൂസ് ഇങ്ങനത്തെ റിലേറ്റീവ്സ് വരുമ്പോൾ ആക്ച്വലി അത് അവർക്കൊരു പ്രഷർ റിലീസിൻ്റെ ഒരു മാർഗ്ഗമാണ്. ഈ ബന്ധുക്കളുടെ വരവും അവരുടെ സംസാരവും ചിരിയും കളിയും എല്ലാം അവരുടെ വിഷമങ്ങളെല്ലാം മാറുന്നൊരു സമയമാണത്. പക്ഷെ അതിപ്പം ഇല്ലാതായിരിക്കുകയാണ്. अनामिका जी की कविता मौसिया आज के आधुनिक जीवन में छूटती जा रही रिश्तों की अहमियत को दर्शाती है. ഇതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. आधुनिक जीवन में छूटती जा रही रिश्तों की अहमियत. अहमियत मीन्स इम्पोर्टेंस. वैसे देखा जाए तो अनामिका जी की अधिकतर कविताएं स्त्री विषय पर केंद्रित हैं और बिना किसी शोर शराबे के നാരി വിമർശ് കോ എക് നയ ആയാം ദേത്തി ഹെ. നോക്കുകയാണെങ്കിൽ അനാമികാജിയുടെ ഒരു 90% കവിതകളും സ്ത്രീ റിലേറ്റഡ് ആണ്. വലിയ ബഹളങ്ങളൊന്നുമില്ല, വലിയ ഫെമിനിസ്റ്റ് മുദ്രാവാക്യങ്ങളൊന്നും വിളിക്കാതെ തന്നെ വളരെ ശാന്തമായി സ്ത്രീകളുടെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്യുന്ന കവിതകളാണ് അനാമികാജിയുടെ. മോസിയ കവിത ഭി ഗർഭവതി സ്ത്രീ की मानसिक आकुलताओं पर केंद्रित है. केवल गर्भवती स्त्री ही नहीं, 40-50 की स्त्री, उसकी समस्याएं, विवाहित स्त्रियों की समस्याएं, सब कुछ काफ़ी सूक्ष्मता से अनामिका जी महसूस करती हैं. ഒരു ഗർഭവതി സ്ത്രീയുടെ ഇഷ്യൂ മാത്രമല്ല, ഒരു 40-50 വയസ്സുള്ള മീനോപോസ് സ്റ്റേജിലെത്തി നിൽക്കുന്ന സ്ത്രീകൾ, അമ്മമാർ, അവർക്ക് അവരുടെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ തീരുന്ന ഒരു കാലസമയത്ത് ബോഡിയിലും ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും. അതവരുടെ ഒരു മൂഡ് സ്വിങ്സിനെ ബാധിക്കും. പക്ഷേ നമ്മൾ ഫാമിലിയിൽ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. അവരുടെ മൂഡ് സ്വിങ്സ്, അവരുടെ ഇഷ്യൂസ്, അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇതെല്ലാം റേസ് ചെയ്യുന്ന ഒരു കവിതയാണ് മോസിയ. पुराने ज़माने में रिश्तेदारों का आना जाना अक्सर होता रहता था और बात बात में ही स्त्रियां अपनी घरेलू एवं वैवाहिक परेशानियां आपस में कहती थीं और समस्याओं का हल भी निकल आता था. മുടി അതിൽ പറയുന്നുണ്ടല്ലേ, മുടി ചീവിക്കൊണ്ടിരിക്കുന്ന, എണ്ണ പുരട്ടി കൊടുക്കുന്ന പരസ്പരം. അപ്പോൾ അങ്ങനെ ചീവിക്കൊണ്ടിരിക്കുമ്പം തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സീക്രട്ടായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലുള്ള ഇഷ്യൂസ്. അപ്പം കുടുംബത്തിൽ ആരെങ്കിലും പുതിയതായിട്ട് മാരീഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടാകും നാച്ചുറലി. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുക, അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ റിലേറ്റീവ്സ് ചെയ്യുമായിരുന്നു. സ്ത്രീയോं की अपनी कुछ निजी शारीरिक और मानसिक परेशानियां होती हैं जो अक्सर परिवार के अन्य सदस्य नज़रअंदाज करते हैं. നസറന്താസ് करना കണ്ടില്ലെന്നടിക്കുക. സ്ത്രീകളുടെ ഇങ്ങനത്തെ ചില ഇഷ്യൂസ് കുടുംബത്തിലെ മറ്റുള്ളവർ അത് കണ്ടു കേട്ടില്ല. അല്ല, എന്താണ് ഈ 40-50 വയസ്സുള്ള സ്ത്രീകൾ ഇറിറ്റേറ്റഡ് ആവുന്നത്? അമ്മമാർ പണ്ടത്തേക്കാൾ കൂടുതൽ ഈ സമയത്ത് ഇറിറ്റേറ്റഡ് ആവുന്നത്? അതിന് വല്ല ഇഷ്യൂസ് ഉണ്ടോ, വല്ല ഗൈനിക് പ്രോബ്ലം ഉണ്ടോ? ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല.
അതിൽ വല്ല ഹോർമോണൽ ഇംബാലൻസ് കാരണമാണോ, അതിനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ, എന്തുകൊണ്ട് അമ്മമാർ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ऐसे में मौसियों का होना नितांत आवश्यक हो जाता है. लेकिन आजकल तो गर्भवती स्त्री के गर्भ को सहलाने, उससे उसकी ज़रूरतों को पूछने कोई आता ही नहीं, क्योंकि आधुनिकीकरण की कूड़ा गाड़ी में सारे रिश्तेदारों को ले चला गया है. അതിൽ പറയുന്നുണ്ടല്ലേ, ഒരു വണ്ടി വന്ന് എല്ലാ റിലേറ്റീവ്സിനെ അതിൽ പൊക്കി എടുത്തുകൊണ്ട്, വേസ്റ്റ് വണ്ടി വന്ന് വേസ്റ്റ് കൊണ്ടുപോകുന്ന പോലെ ഈ മോഡേണൈസേഷൻ്റെ ഈ കാലഘട്ടത്തിൽ എല്ലാ ബന്ധുക്കളെയും പൊക്കി എടുത്തുകൊണ്ട് അങ്ങ് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ മോസിയാൻ കേസെ ആത്തി थी, वे बारिश में धूप की तरह आती थी. മഴ കഴിഞ്ഞ് ഇളം വെയിൽ വരുമ്പോൾ ഉള്ള ഒരു ഊഷ്മളതയായിരുന്നു കുഞ്ഞമ്മമാരുടെ വരവ്. പക്ഷേ ഇപ്പോൾ അവരെല്ലാം അങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അനാമിക ജി ഉൻ റിശ്തോं की अहमियत को ही इस कविता के द्वारा समझाते हैं. ആ റിലേഷൻഷിപ്സിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ അതാണ് അനാമിക ജി വ്യക്തമാക്കുന്നത്. ഓക്കെ, ബേട്ടി കവിതാക്ക് പ്രാസംഗികത പർ വിചാർ കീജിയെ. പ്രാസംഗികത എന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇപ്പം അതിൻ്റെ റെലവൻസ് എന്താണെന്നുള്ളതാണ്. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അതിൻ്റെ ഈ ഒരു ബേട്ടി എന്ന കവിത എത്രമാത്രം പ്രസക്തി ഉണ്ടതിന്, അതാണ് ഈ പ്രാസംഗികത. सरिता शर्मा जी की कविता बेटी कई मायने में प्रासंगिक है, क्योंकि हमारे भारतीय समाज में आज भी पुत्र प्राप्ति पर जश्न मनाया जाता है और पुत्री को गर्भावस्था में ही खत्म कर देने की मानसिकता दुर्भाग्यवश प्रचलित है. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇന്നും വംശം നിലനിൽക്കണമെങ്കിൽ പുത്രൻ തന്നെ വേണം എന്ന ചിന്താഗതിയുള്ളവരുണ്ട്. ഇന്നും മകൻ ജനിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നവരും, ഭ്രൂണഹത്യ പെൺകുട്ടിയാണെങ്കിൽ അപ്പം തന്നെ അങ്ങ് കൊന്നുകളയെന്നുള്ള ചിന്താഗതി ഇപ്പോഴും ഒളിഞ്ഞും പാത്തും ആണെങ്കിലും ഉണ്ട്. ഈ ഒരു മാനസികത ദുർഭാഗ്യവശം നമ്മുടെ ഇവിടെ ഉണ്ട്. समाज की इसी मानसिकता में बदलाव लाने की कोशिश सरिता जी की कविता बेटी करती है. ഈ ഒരു മാനസികത, ഈ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ സൊസൈറ്റിയുടെ ഈ ഒരു കവിത ശ്രമിക്കുന്നത്. കവിതാമേ സ്വയം ഭ്രൂൺ അപ്നെ മാതാ പിതാസെ സംവാദ് കർത്തി ഹെ. ഈ ഭ്രൂണം തന്നെയാണ് സംവാദം നടത്തുന്നത് ഈ കവിതയിൽ അച്ഛനും അമ്മയോടും. വോ യാചന കർത്തി ഹെ അപ്നെ ജീവൻ കി. നോക്കൂ, അതിനെ ജന്മം നൽകിയവരോട് തന്നെ എന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് യാചിക്കുകയാണ്. इस सुंदर संसार को देखने की अदम्य चाह उसके मन में होती है. ഈ മനോഹരമായ ലോകം എനിക്ക് കാണണമെന്നുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്, അത് പ്രകടിപ്പിക്കുകയാണ്. और अपने ही जन्मदाता की रहम चाहिए उसे इसके लिए. रहम എന്ന് വെച്ചാൽ കനിവ് വേണം ഇവിടെ ജന്മം എടുക്കണമെങ്കിൽ തന്നെ. वह अपने जीने की हक की मांग करती है. वो अपना ഗുനാഹ് പൂഷ്തി ഹെ. ഗുനാഹ്, എൻ്റെ കുറ്റം എന്താണ്, ദൈവീതൊന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ഈ മനോഹരമായ ലോകം കാണിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് കൊന്നുകളയുന്നത്. वो वादा करती है कि अगर उसे जीने का मौका दिया जाएगा तो वो पुत्रों की तरह ही उनके खानदान का नाम रोशन करेगी. പിന്നെ അത് ഒരു കാര്യം കൂടെ പറയാണ്, എനിക്ക് ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമേ കൊണ്ടുവരികയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് ഞാൻ യശസ് ഉയർത്തത്തേ ഉള്ളൂ. രണ്ട് കുടുംബത്തിൻ്റെ എന്ന് വെച്ചാൽ എന്നെ രണ്ട് കുടുംബം എന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ ഒരു കുടുംബം, ജനിക്കുന്ന കുടുംബം, ഒന്ന് വിവാഹം ചെയ്ത് കഴിഞ്ഞ് ജീവിക്കുന്ന കുടുംബം. अंत में वो अपने माता पिता को उपदेश तक देती है कि तनिक अपनी सोच और विचारधारा को बदल कर देखें. അവസാനം ഗതികെട്ട് അമ്മയും അച്ഛനെയും തന്നെ കുട്ടി ഭ്രൂണം ഉപദേശിക്കുകയാണ്, നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. തുമാരി വിചാർധാര, നിങ്ങളുടെ ഈ ഒരു ചിന്താഗതി ഒന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. ലോകം ഇപ്പോൾ എവിടെ നിന്ന് എവിടെ എത്തി, പെൺകുട്ടികളിപ്പം എന്തൊക്കെ ചെയ്യുന്നു, ആൺകുട്ടികളെക്കാളും കുടുംബം നോക്കുന്ന പെൺകുട്ടികളില്ലേ. അപ്പം നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാൽ മതി. സോച്ച് ബദൽനെ സെ ബേട്ടി ഭി ബേटे के समान ही खानदान का नाम रोशन करेगी. और यही संदेश സരിതാജി സമാജ് കോ ദേനാ ചാത്തി ഹെ. ഈ ഒരു സന്ദേശമാണ്, മെസ്സേജാണ് സരിത ശർമ്മ ഈ ബേട്ടി എന്ന കവിതയിലൂടെ ഈ ഭ്രൂണഹത്യ, ഈ അബോർഷൻ, പെൺഭ്രൂണത്തിനെ തേടിപ്പിടിച്ച് അബോർട്ട് ചെയ്യുന്ന ഈ ഒരു സംഭവത്തിൻ്റെ എതിരെയുള്ള ഇത് ഇന്നും പ്രാസംഗികമാണ്. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും മനുഷ്യരുടെ മാനസികാവസ്ഥയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്, പക്ഷേ ഇന്നും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് സർവ്വസാധാരണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കവിത പ്രാസംഗിക് ഹെ.
22nd ക്വസ്റ്റ്യൻ ഇസ് തര കവിത കാ ഭാവ് സ്പഷ്ട കീജിയെ. ഗഗൻ ഗില്ലിൻ്റെ പോയിട്രിയാണ് ഇസ് തര. ഒരു ആശാവാദി കവിതയാണ്. ആശാവാദി എന്ന് പറയുമ്പോൾ ലൈഫിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ചില സംഭവങ്ങൾ ഓർത്ത് നമ്മൾ നമ്മുടെ ജീവിതം നിരാശയിലേക്ക് പോകാതെ ലൈഫിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ഇസ് തര കവിത. गगन गिल जी की एक आशावादी कविता है इस तरह. जीवन हमेशा हमारे हिसाब से चलती है. कई बार हमें जीवन की मुश्किलें और मुसीबतें इस कदर परेशान कर जाती है कि हम एकदम से सहम जाते हैं, डर जाते हैं. ठीक वैसे ही जैसे किसी पर्वत प्रदेश में यात्रा करते वक्त आपका पैर किसी पत्थर पर टकरा जाए और वह पत्थर नीचे किसी गहराई में गिर जाए और अचानक उस दृश्य को देख आप एकदम से सहम जाए. ജീവിതം ഇങ്ങനെയാണെന്ന് ഒരു പർവ്വത പ്രദേശത്തുള്ള യാത്രയിൽ നമ്മുടെ കാല് അറിയാതെ തട്ടുകയും ഒരു പാറക്കഷ്ണം ഒരു കല്ല് താഴോട്ട് വീഴുകയും പെട്ടെന്ന് നോക്കുമ്പം നമ്മളങ്ങ് ഞെട്ടിപ്പോകുന്നു. ആ കല്ലിന് പകരം കാണാൻ ഞാനായിരുന്നെങ്കിൽ അത്രയും താഴ്ചയിലേക്ക് ഞാൻ വീണേനെ. അത് ഓർത്ത് പേടിച്ചു പോകുന്ന ഒരു യാത്രികൻ, യാത്ര തന്നെ അവസാനിപ്പിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി. ആ സമയത്ത് നമുക്ക് എന്താ തോന്നുന്നത്? आप इतने डर जाएं कि आपको लगे कि यात्रा को ही ख़त्म कर देनी चाहिए. जीवन रूपी यात्रा में भी ऐसे संदर्भ आते हैं जब आप इतने निराश हो जाएं कि आपको मर जाने का मन करें और वहीं एक छोटी सी फूल या फिर एक तितली आपके मन को छू जाए और आप फिर सफ़र जारी रखें. അപ്പോഴാണ് ഒരു ചെറിയ പൂ അല്ലെങ്കിൽ ഒരു ചെറിയ ബട്ടർഫ്ലൈ വന്ന് നിങ്ങളുടെ തോളത്തിരിക്കുക. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ നമ്മുടെ മൂഡ് അങ്ങ് മാറ്റും, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയാണ് ജീവൻ ഭി ഇസ് തര ഹോത്താ ഹൈ. കിസി കി ഹസി, കിസി കാ പ്യാർ, കിസി കാ സ്പർശ് आपको जीवन की सारी मुसीबतों को पार कर जाने की शक्ति प्रदान करती है. ओके, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിമ്നലിഖിത് പങ്ക്തിയോं का भावार्थ स्पष्ट कीजिए. അപ്പോൾ നോക്കിയേ, കബീർദാസിൻ്റെ ദോഹകളിൽ ഇങ്ങനെ ചോദിക്കാനായിരിക്കും സാധ്യത. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കബീർദാസിൻ്റെ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ദോഹകളൊക്കെ ഞാൻ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 64 ദീവാ ജോയി കരി 14 ചന്ദാ മാഹി, തിഹി ഘർ കിസ്കോ ചാന്ദന, ജി ഘർ ഗോവിന്ദ് നാഹി. ഗോവിന്ദ് അല്ലെങ്കിൽ ഹരി അല്ലെങ്കിൽ ഈശ്വരൻ ഇല്ലാത്ത വീട്, അവിടെ ആർഭാടങ്ങളൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. 1064 ദീപങ്ങൾ കത്തിച്ച് വെച്ച് എല്ലായിടവും ലൈറ്റും വെളിച്ചവും ഒക്കെ ആക്കി വെച്ച് ആർഭാടങ്ങളുടെ എതിരെയായിരുന്നു കബീർദാസ് അല്ലേ. കബീർദാസ് ഒരു നിർഗുൺ ഭക്ത കവിയായിരുന്നു. ഈശ്വരൻ എന്നിലും നിന്നിലും എല്ലായിടവും വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടിൽ ഗോവിന്ദ് വരില്ല. ഇവിടെ ഭക്തി ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ അതൊക്കെ സ്പഷ്ട ചെയ്യുന്ന അതൊക്കെ വ്യക്തമാക്കുന്ന ഒരു ദോഹയാണ് 64 ദീവാ ജോയി കരി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കബീർദാസും സൂർദാസിൻ്റെ എന്തായാലും ദോഹകൾ ഈ 5 മാർക്സ് ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ആ ദോഹകളുടെ ഭാവാർത്ഥം മനസ്സിലാക്കി വെക്കുക. ഭാവാർത്ഥം എഴുതുമ്പോൾ ആദ്യം പോയറ്റിനെ പറ്റി എഴുതുക, പിന്നെ അതിൻ്റെ ഭാവം എന്താണെന്ന് എഴുതുക. കബീർദാസിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, കബീർദാസിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കബീർദാസിൻ്റെ ഭാഷ സതുക്കടി ഭാഷയായിരുന്നു. കബീർദാസിൻ്റെ പോയിട്രീസ് എല്ലാം ബീജക് എന്ന് പറഞ്ഞാണ് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. പിന്നെ കബീർദാസ് ഒരു നിർഗുൺ ഭക്ത് കവിയായിരുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിർഗുൺ ഭക്തിധാര കവിയായിരുന്നു, അല്ലെങ്കിൽ ഭക്തികാലിൻ്റെ കവിയായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ദോഹയിൽ എവിടെയാണ് ഈശ്വരവാസമുള്ളത്, കഹാ ഗോവിന്ദ് രഹത്തെ ഹേ ഉസ്കെ ബാരെ മേ വോ കേ രഹേ ഹേ, അങ്ങനെ പറയാം. ഓക്കെ, സോ പാർട്ട് ബി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് സിയിൽ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ആദ്യം ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ റഫായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ റഫ് ട്രാൻസ്ലേഷൻ ഒരിക്കലും എത്ര അറിവുള്ള വ്യക്തിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ എല്ലാ വേർഡ്സും കിട്ടണമെന്നില്ല. ചിലതൊക്കെ മിസ്സായി പോവും, കാരണം 2 ലാംഗ്വേജ് തമ്മിലുള്ളൊരു കളിയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വേർഡ് കിട്ടും, പക്ഷേ അതിനേക്കാൾ നല്ല വേർഡ് വേറെ കാണും. സെയിം വേർഡിന്, ഒരു ലാംഗ്വേജിലെ സെയിം വേർഡിന് മറ്റേ ലാംഗ്വേജിൽ പല വേർഡ്സ് കാണും. അതിൽ ആപ്റ്റായിട്ടുള്ളത് ചില സമയത്ത് പറ്റുന്നത് നമുക്ക് ആ പർട്ടിക്കുലർ ടൈമിങ്ങിൽ കിട്ടില്ല. അതുകൊണ്ട് ആദ്യം ഒന്ന് റഫ് എഴുതി വെക്കുക. അതിന് ആൻസർ പേപ്പറിൽ എഴുതുന്നതിനൊരു തെറ്റുമില്ല. റഫ് പാസേജ് എഴുതുക, വെട്ടും കുത്തുമൊക്കെ കാണും. പിന്നീട് അതിനെ നീറ്റായിട്ട് എഴുതുക. എന്നിട്ട് ആ റഫിനെ അങ്ങ് വെട്ടിയിട്ട് റഫ് ഒന്ന് സൈഡിൽ എഴുതുക. അങ്ങനെയാണ് പാസേജ് ചെയ്യുന്നത്, അങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്.
ലെറ്റർ റൈറ്റിംഗ് എഴുതുമ്പോഴും നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. ഫോർമാറ്റിനെല്ലാം മാർക്കുണ്ട്. എവിടെയാണ് പ്രേഷക്, എവിടെയാണ് സേവാമേ, എവിടെയാണ് ഭവതീയ എല്ലാം എഴുതേണ്ടത്. അതിനൊരു മാറ്ററിനും മാർക്കുണ്ട്, പിന്നെ ഫോർമാറ്റിനും മാർക്കുണ്ട്. ऐसे टाइप क्वेश्चन पार्ट सी, निम्नलिखित प्रश्नों में से किन्हीं 2 प्रश्नों के उत्तर लिखिए. ഇനി 2 ആണ് എഴുതേണ്ടത്, 4 എണ്ണം തരും. സോ 24th ക്വസ്റ്റ്യൻ 10 മാർക്ക് ക്വസ്റ്റ്യൻ. നോക്കാ വിഹാർ കവിത കാ സാരാംശ് ലിഖിയെ. നോക്കാ വിഹാർ ഒരു നീണ്ട പോയമാണ്. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത്രയും കവിതകൾ പഠിക്കാനുള്ളതിൽ ഏറ്റവും വലിയ പോയമാണ് നോക്കാ വിഹാർ. അതിൻ്റെ ഹിന്ദി വെർഷനും മലയാളം വെർഷനും എല്ലാം ഒരുമിച്ച് അപ്ലോഡഡ് ആണ്. അത് അപ്ലോഡ് ചെയ്തതിന് ഞാൻ കുഴഞ്ഞതാണ്. എന്നാലും ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഛായാവാദി കവിയാണ് സുമിത്രാനന്ദൻ പന്ത്. അപ്പം സൂര്യകാന്ത് ത്രിപാഠി നിരാലായും ഛായാവാദി കവിയാണ്. സുമിത്രാനന്ദൻ പന്തും ഛായാവാദി കവിയാണ്. അപ്പം നമ്മൾ ജൂഹി കി കലിയിൽ പറഞ്ഞ ഛായാവാദി കവിതയുടെ വിശേഷതകൾ, പ്രകൃതി വർണ്ണൻ, പ്രകൃതി കാ മാനവീകരൺ, സൗന്ദര്യവർണ്ണൻ, അതെല്ലാം ഇതിലുമുണ്ട്. കൽപ്പനാഭ എല്ലാം, അതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഗംഗാ നദിയിലൂടെയുള്ള ഒരു യാത്രയാണ്. അതും രാത്രിയിലുള്ള ഒരു ബോട്ടിംഗ് ആണ്. ആ ബോട്ടിങ്ങിൽ കാണുന്ന പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളാണ് കവിത ഉടനീളം. എന്തിനെയൊക്കെ വർണ്ണിക്കുന്നു? ഗംഗാ നദിയെ വർണ്ണിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഗംഗാ നദിയെ വർണ്ണിക്കുന്നു. അതിനെ സ്ത്രീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരു സുന്ദരിയായ മെലിഞ്ഞ സ്ത്രീ ഇങ്ങനെ കിടക്കുന്നതായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് അല്ലേ. ഞാൻ അതിൽ ആ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം. ആ സ്ത്രീയുടെ ഭംഗിയും കിടക്കുന്ന കിടപ്പും ആ വിഷ്വൽസ് നിങ്ങളുടെ മനസ്സിൽ വരുമ്പം തന്നെ നിങ്ങൾക്കത് പിടികിട്ടും. പിന്നെ നക്ഷത്രങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ റിഫ്ലക്ഷൻ വെള്ളത്തിലടിക്കുമ്പോൾ അത് ആ സ്ത്രീയുടെ സാരിയുടെ തിളക്കമായിട്ട് കാണുന്നുണ്ട്. മരങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട്. ആകാശം ഇങ്ങനെ നിലാവുള്ള രാത്രിയിൽ ഭൂമിയുടെ സൗന്ദര്യം ഇങ്ങനെ ഉറ്റുനോക്കുന്ന പോലെ കണ്ണുകൾ കൊണ്ട്. അപ്പോൾ ആ കണ്ണുകളുടെ ഐബ്രോസാണ് ഈ മരങ്ങളുടെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്. നൈറ്റിലാണ്, രാത്രിയിൽ കാണുന്ന കാഴ്ചയാണ്, അത് വർണ്ണിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ വള്ളം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദ്വീപ് കാണുന്നു, ഒരു ഐലൻഡ് കാണുന്നു. അതപ്പോൾ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഒരു ശിശുവിനെ പോലെ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ കാലാകാങ്കർ കൊട്ടാരം, അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ആ കൊട്ടാരത്തിൻ്റെ വിഷ്വൽസ് എല്ലാം ഞാൻ അതിൽ തന്നിട്ടുണ്ട്. അവിടെയാണ് കവി താമസിച്ചിരുന്നത്. അപ്പോൾ ആ കാലാകാങ്കറിൻ്റെ കൊട്ടാരത്തിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ വീഴുമ്പോൾ ആ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു വലിയ സൈസ്, അത്രയും വലിയ ബിൽഡിംഗ് അന്നത്തെ കാലത്ത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള സമയമാണ്. അതുകൊണ്ടാണ് അതിനെ അത്രയും വലിയ ബിൽഡിങ്ങിനെ ഒരു പെലേഷ്യൽ ബിൽഡിംഗ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതാപം, പിന്നെ വെള്ളത്തിലെ ഓളങ്ങൾ, അതിങ്ങനെ വെള്ളിപ്പാമ്പുകൾ ഇങ്ങനെ പൊളയുന്ന പോലെ വള്ളം ഇങ്ങനെ മുന്നോട്ട് തുഴഞ്ഞു പോകുമ്പം ഈ വെള്ളം ഓളങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നത് വെള്ളി സർപ്പങ്ങൾ ഇങ്ങനെ പോകുന്ന പോലെ. പിന്നെ ചന്ദ്രൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിലടിക്കുമ്പോൾ അത് ആ മനോഹരിയായ സുന്ദരിയായ സ്ത്രീയുടെ മുഖത്തിൻ്റെ സൗന്ദര്യം പോലെ, ചന്ദ്രനെ പോലുള്ള മുഖമുള്ള അങ്ങനെ വളരെ മനോഹരമായി പ്രകൃതിയുടെ ഓരോ കാഴ്ചകളും ആ രാത്രിയിൽ കാണുന്ന കാഴ്ച ആ ബോട്ടിങ്ങിൽ. നോക്ക എന്ന് വെച്ചാൽ തന്നെ ബോട്ടാണ്. നോക്ക വിഹാർ എന്ന് വെച്ചാൽ ബോട്ടിങ്, നോക്കയിലുള്ള ഒരു യാത്ര. പിന്നെ വള്ളത്തിനെ തന്നെ, ആ പോകുന്ന വള്ളത്തിനെ തന്നെ ഒരു ഹംസത്തെ പോലെ, ഹംസം എങ്ങനെ ചിറകിങ്ങനെ വിടർത്തി പോകുന്നു അതുപോലെയാണ് ആ വള്ളം പോകുന്നത്. നോക്ക വിഹാർ വളരെ നീണ്ട ഒരു കവിതയായത് കാരണം അതിൻ്റെ എസ്സേ, അതിൻ്റെ ഓരോ പാസേജിൻ്റെയും മീനിങ് എന്തൊക്കെയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത് അത് ഞാൻ ഈ വീഡിയോയുടെ ടുവേർഡ്സ് ദി എൻഡ് കൊടുക്കാം, വോയിസ് ഓവർ ഇല്ലാതെ. നിങ്ങൾ വായിച്ച് നോക്കുക. അത് വളരെ നീണ്ടതായത് കാരണം ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ ഇത് വല്ലാതെ നീണ്ടുപോകും, അപ്ലോഡ് ചെയ്യാൻ സമയമെടുക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ 6 പാസേജ്, ആ ഒരു ബോട്ടിങ് തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ അതിലെന്തൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അതിൻ്റെ മീനിങ് ടുവേർഡ്സ് ദി എൻഡ് ഞാൻ കൊടുക്കാം. അപ്പം നിങ്ങളത് വായിച്ചെടുത്തോളൂ. नेक्स्ट क्वेश्चन, वर्तमान जीवन के संदर्भ में प्यासा कुआं कविता की समीक्षा कीजिए. ഇപ്പോഴത്തെ യുഗത്തിൽ, വർത്തമാൻ യുഗത്തിൽ, ഇപ്പോഴത്തെ ഒരു മോഡേൺ ജീവിതത്തിൽ ആ ഒരു സന്ദർഭത്തിൽ പ്യാസ കുവാ കവിത അത് എത്രമാത്രം വാല്യൂ ഉള്ള ഒരു കവിതയാണ്, എത്രമാത്രം അതിന് ഇന്നത്തെ കാലത്ത് പ്രസക്തിയുണ്ട്, അതിനെപ്പറ്റിയുള്ളൊരു ക്രിട്ടിക്കൽ അനാലിസിസാണ് സമീക്ഷ കീജി എന്ന് ഉദ്ദേശിക്കുന്നത്. പ്യാസ കുവാ ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉയർത്തുന്ന ഒരു കവിതയാണ് കേട്ടോ. ഒരു ചെറിയൊരു കവിതയാണെങ്കിലും ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കവിതയാണ്. എക്കോ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. ജ്ഞാനേന്ദ്ര പത്തിയാണ് എഴുതിയിരിക്കുന്നത്. ജ്ഞാനേന്ദ്ര पति जी की कविता प्यासा कुआं वर्तमान जीवन में काफ़ी अहमियत रखने वाली
पारिस्थितिकी के सवाल को उठाती है. पारिस्थितिकी എന്ന് വെച്ചാൽ എൻവയൺമെന്റൽ ഇഷ്യൂസ്. कुआं को रोते सिसकते हुए, उसे प्यासा बताते हुए कवि आधुनिक मानव का ध्यान പരിസ്ഥിതി के इस प्रश्न की ओर खींचते हैं. അതിൽ ആ ഒരു കിണറിനെ കരയുന്നതായിട്ടും പറഞ്ഞിട്ടില്ലേ, അതിനടുത്ത് ചെന്ന് നിന്നാൽ അതിൻ്റെ കരച്ചിൽ നമുക്ക് കേൾക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കിണറിനെ കരയുന്നതായിട്ടും പിന്നീട് അതിനെ ദാഹിക്കുന്നതായിട്ടും ഒക്കെ ഒരു മനുഷ്യർക്കുണ്ടാവുന്ന വികാരങ്ങളെല്ലാം മാനവീകരണത്തിലൂടെ അതിൽ കാണിച്ചിട്ട് എന്താണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത്? പാരിസ്ഥിതികി के इस प्रश्न की ओर हमारा ध्यान खींचते हैं जहाँ पारंपरिक जल स्रोत नष्ट होते जा रहे हैं. നമ്മുടെ ट्रेडिशनल वाटर रिसोर्सेस पारंपरिक जल स्रोत नष्ट होते जा रहे हैं. कुआं शुद्ध पानी का स्रोत होता है. उन्हें संरक्षित रखना मानव राशि के लिए ही नहीं, संपूर्ण जीवन राशि के लिए ज़रूरी है. ये जो कुआं होता है, കിണർ പാരമ്പരിക് ജലസ്രോതത്തിൻ്റെ ഒരു ഉറവിടമാണ്. അതിനെ സംരക്ഷിച്ച് വെക്കുക എന്നത് സമ്പൂർണ്ണ മാനവ രാശിക്ക് लिए ही ज़रूरी है. കവി यहाँ पर्यावरण प्रदूषण का प्रश्न भी उठाते हैं. പിന്നൊരു കാര്യം, ഈ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ്റെ ഇഷ്യൂസും ഇതിൽ റേസ് ചെയ്യുന്നുണ്ട്. प्लास्टिक बोतलों का कुओं में फेंके जाना, कुओं को एक डस्टबिन की तरह इस्तेमाल करना और इस प्रकार हमारे लिए शुद्ध जल के जो स्रोत हैं उन्हें नष्ट करना. ഈ കിണറുകളെ എല്ലാം ഒരു ഡസ്റ്റ്ബിനായിട്ട് കാണുന്ന ഒരു പ്രവണത മനുഷ്യരുടെ ഇടയിലുള്ളത് അതിനെ ചൂണ്ടിക്കാണിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഈ കവിത. ठीक उसी प्रकार हैंडपंपों के आगमन के बाद बड़ी मात्रा में कुओं के पानी का गायब हो जाना देखा जाता है. അതുപോലത്തെ പിന്നീട് വളരെ കായിക പ്രസക്തിയുള്ളൊരു ഇഷ്യൂ ഈ കവിതയിൽ റേസ് ചെയ്യുന്നത് ഹാൻഡ് പമ്പുകളുടെ അനധികൃതമായ ഉള്ള വരവാണ്. നമ്മുടെ ഇവിടെ കുറവാണ്. നമ്മുടെ നാട്ടിൽ ഹാൻഡ് പമ്പ് അനാവശ്യമായിട്ട് കുഴിക്കാറില്ല. പക്ഷെ നോർത്തിലൊക്കെ ഒരു ചെറിയ ഏരിയയിൽ തന്നെ ഒരുപാട് ഹാൻഡ് പമ്പ്സ്, കാരണം അവിടെ വെള്ളം ഇല്ലാതെ വരുമ്പോൾ കർഷകരും വീട്ടുകാരും എല്ലാം അങ്ങ് ഒരുപാട് ഹാൻഡ് പമ്പ്സ് കുഴിക്കും. അപ്പം ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് ഇത്ര ഏരിയയിൽ ഇത്ര ഹാൻഡ് പമ്പേ പാടുള്ളൂ എന്നുണ്ട്. കാരണം ഹാൻഡ് പമ്പുകൾ അമിതമായി കുഴിച്ചാൽ പരിസരത്തുള്ള കിണറുകളുടെ വെള്ളമെല്ലാം വറ്റും. കാരണം ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഈ ഹാൻഡ് പമ്പ് താഴോട്ടാണ് കുഴിക്കുന്നത്. ഹാൻഡ് പമ്പുകൾ നാരോ ട്യൂബ്സാണ്, ട്യൂബ് വെല്ല്, അതിങ്ങനെ താഴോട്ടാണ് കുഴിക്കുന്നത്. കിണറിനേക്കാൾ ഒരുപാട് ഡീപ്പായിട്ട് പോകും. അപ്പോൾ ഈ വെള്ളമെല്ലാം ട്യൂബ് വെൽസ് വലിയ അളവിൽ വലിച്ചെടുക്കും. കിണറുകളെല്ലാം ഇങ്ങനെ ഡസ്റ്റ്ബിനായി മാറും. ग्राउंड वाटर रिसोर्स का खत्म हो जाना, हैंडपंप का क्रमातीत संख्या में खोदे जाना भी एक बहुत बड़ी पारिस्थितिक समस्या है. सरकार की तरफ से हैंडपंपों के खोदे जाने पर नियंत्रण लाया जाना चाहिए, वरना देखते ही देखते पीने के लिए पानी दुर्लभ हो जाएगा और अगला विश्व युद्ध पानी के नाम पर ही होगा. അപ്പം നെക്സ്റ്റ് ഒരു വേൾഡ് വാർ നടക്കുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയാകും, ദാഹജലത്തിന് വേണ്ടിയാകുമെന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അന്വർത്ഥമാകും, ഒരുപക്ഷെ അത് സത്യമായി മാറും. കാരണം എന്താണ്, ആജ് കെ യുഗ് മേ കൈ രാജ്യോं के बीच नदी के पानी को लेकर तर्क सजीव है. നമ്മുടെ ഇവിടെയും വാട്ടർ ഇഷ്യൂസ് പല സ്റ്റേറ്റ്സ് തമ്മിലുണ്ട് അല്ലേ. കർണാടക, തമിഴ്നാട്, കേരളം ഇവരെല്ലാവരും വെള്ളത്തിൻ്റെ നദീജലത്തിന് വേണ്ടി, നാച്ചുറൽ റിസോഴ്സാണ്, പ്രകൃതിദത്തമായ റിസോഴ്സാണ്, അത് എവിടെ കൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞ് തർക്കമുണ്ട്. ആരുടേതാണ്, ആർക്കാണ് അതിൽ കൂടുതൽ അവകാശം. तो वो दिन दूर नहीं जब पीने के पानी के लिए मानव तरसेगा अगर हम हमारे पारंपरिक स्रोतों का संरक्षण नहीं करते. നമ്മൾ നമ്മുടെ ട്രഡീഷണൽ വാട്ടർ റിസോഴ്സസ് ഉള്ള കിണറുകളെ റീചാർജ് ചെയ്ത് അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ആ ദിവസം ദൂരെയല്ല എപ്പോഴാണ് നമുക്ക് ദാഹജലം പോലും കിട്ടാതെ വരുന്ന അതുകൊണ്ട് തന്നെ പ്യാസാ കുആ എന്ന ജ്ഞാനേന്ദ്രപതിയുടെ കവിത വർത്തമാന ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാതലായ പ്രശ്നമാണ് പ്യാസാ കുആ റേസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കവിതകളെയും ടച്ച് ചെയ്തു. ഇനി നിങ്ങൾ നോട്ട്സ് ഇല്ല എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട. നോക്ക വിഹാർ, ജൂഹി കി കലി, നാച്ച്, മോസിയ, ബേട്ടി, മുക്തി, പ്യാസാ കുആ, ഇസ്തറ എല്ലാം നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ തന്നെ മാറ്റി മറിച്ചുമാണ് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഈ പ്യാസാ കുആ ജ്ഞാനേന്ദ്രപതി ഒരു പാരിസ്ഥിതികി ബോധ് ഉളവാക്കുന്ന കവിതയാണെന്ന് ഓർത്ത് വെക്കുക. അത് വൺ വേർഡിൽ അത് പാർട്ട് എയിൽ ചോദിച്ചാലും ബിയിൽ ചോദിച്ചാലും ഈ ഒരു സെൻറ്റൻസ് ഒരിക്കലും മറക്കല്ലേ. ഏതൊക്കെയാണ്? പ്യാസാ കുആ എന്ന കവിത വരുമ്പം തന്നെ അതൊരു പാരിസ്ഥിതികി
ഇഷ്യൂ റേസ് ചെയ്യുന്നൊരു കവിതയാണെന്ന് എഴുതുക. അതുപോലെ ബേട്ടി എന്ന് പറയുമ്പം ഭ്രൂണഹത്യനെ സംബന്ധിച്ചാണ്. മോസിയ എന്ന് പറയുമ്പോൾ റിഷ്തേദാരോं की अहमियत. नाच എന്ന് പറയുമ്പം വ്യക്തി और समाज का द्वंद्व है. व्यक्ति की निजी दुखों के बारे में बताया गया है. और जूही की कली नौकाविहार ഇത് രണ്ടും ഛായാവാദി പോയറ്റ്സാണ്. സുമിത്രാനന്ദൻ പന്തും നിരാലയും. റൊമാൻറ്റിസിസം അല്ലെങ്കിൽ മിസ്റ്റിസിസം. അപ്പം ആ ഒരു കാവ്യധാരയാണത്. അതൊരു ട്രെൻഡായിരുന്നു ആ കാലഘട്ടത്തിൽ. 1936 വരെ ഓൾമോസ്റ്റ് അതങ്ങനെ നീണ്ടു നിന്നു. അതിനുശേഷം മാർക്സിസം ഒക്കെ വന്നു. അങ്ങനെ പ്രഗതിവാദം എന്ന് പറഞ്ഞ് വേറെ ഇസത്തിലേക്ക് മാറി പോയിട്രി. അതുവരെയുള്ള കവിതയിലെല്ലാം ഈ ഒരു ട്രെൻഡ്. അതിലെന്തൊക്കെയാണ്? പ്രകൃതി കാ മാനവീകരൺ, സൗന്ദര്യവർണ്ണൻ, കൽപ്പന, പ്രേം, അനുഭൂതി, ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പം വളരെ നല്ലപോലെ നീറ്റായിട്ട് എഴുതുക. സോ ഇത് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എൻ്റെ കേരള യൂണിവേഴ്സിറ്റിയിലെ പോർഷൻസ് എല്ലാം ഇനിയും ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ നിരന്തരം ഈ കമൻറ്റുകൾ ഇങ്ങനെ ഇടൂ നോട്ട്സ് ഇടൂ, പാർട്ട് 2 ഇടൂ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. പിന്നെ നിങ്ങളുടെ നിരന്തരമുള്ള റിക്വസ്റ്റ് കാരണം ഇട്ടതാണ്. എക്സാം കഴിഞ്ഞ് കമൻറ്റ് ബോക്സിലേക്ക് തിരിച്ചു വരിക, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഇടുക. ഈ പഠിപ്പിച്ചതൊക്കെ വല്ലതും യൂസ് ആയിരുന്നോ? ഇത്രയൊക്കെ വിഷ്വൽസും നോട്ട്സും ക്ലാസ്സസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹൈ മാർക്സ് ഹിന്ദിക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. കാരണം പണ്ടത്തെ കുട്ടികൾക്കൊന്നും ഇത്രയും ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ പഠിച്ചപ്പം പോലും ഇത്രയും ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് കൂടി നിങ്ങൾ പെർഫോം ചെയ്തില്ല എങ്കിൽ അത് എനിക്ക് തന്നെ വിഷമമാവും. ആ കിട്ടുന്ന മണിക്കൂർ 2.5 മണിക്കൂർ മാക്സിമം എഴുതിയിട്ടേ ഇറങ്ങാവൂ. ഒന്നും എഴുതാതെ ഒരു ക്വസ്റ്റ്യനും വിടരുത്. മാക്സിമം എഴുതുക. നിങ്ങൾക്കറിയാവുന്ന ലാംഗ്വേജിൽ എഴുതുക. ഒന്നുകൂടെ പറയാണ്, ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ബ്ലഫ് ചെയ്യരുത്. ഉള്ളത് ജെന്യൂനായിട്ട് എഴുതുക, നീറ്റായിട്ട് എഴുതുക. പിന്നെ അല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് ആൻസർ ചെയ്യുക. കോമൺ സെൻസിൻ്റെ ഏത് സെൻസിലാണ്? ഏതാണ് നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റുന്നത് അത് നല്ല നീറ്റായിട്ട് തുടക്കത്തിൽ എഴുതി പോവുക. പിന്നെ ലെറ്റർ റൈറ്റിംഗ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു പ്ലെയിൻ സിംഗിൾ പേജിൽ ലെറ്റർ തുടങ്ങുക. അല്ലാതെ ഒരു പേജിൻ്റെ പകുതിക്ക് വെച്ചൊരു കത്ത് തുടങ്ങിയിട്ട് അടുത്ത പേജിൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആൻസർ എഴുതി കഴിഞ്ഞ് ഒരു ഫ്രഷ് പേജ് തന്നെ എടുക്കുക ലെറ്റർ റൈറ്റിങ്ങിന്. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക്. എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്ന് കമൻറ്റ് ചെയ്യുക.